ഇൻ്റർനെറ്റ് ഒരുതരം ലഹരിയാണ്. അത് ഉപയോഗിച്ചു തുടങ്ങിയാൽ ഭൂരിഭാഗം പേർക്കും പിന്നീട് അത് ഉപയോഗിക്കാതെ ഇരിക്കാനാവില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാവണം റിലയൻസ് ജിയോ കഴിഞ്ഞ 6 മാസക്കാലങ്ങളായി തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് സേവനം നൽകിയത്. എന്നാൽ ജിയോയുടെ സൗജന്യ സേവനങ്ങൾ മാർച്ച് 31 കൂടി അവസാനിക്കുകയാണ്. അപ്പോൾ തുടർന്നും മൊബൈലിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ നിലവിലുള്ള മികച്ച പ്ലാനുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ജിയോ സൗജന്യ സേവനം നൽകിയതോടുകൂടി ഇന്ത്യയിലെ മറ്റ് സേവനദാതാക്കളും മികച്ച ഓഫറുകൾ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് BSNLൻ്റേതാണ്. 339 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ദിവസം 2 GB എന്ന കണക്കിൽ 28 ദിവസത്തേക്ക് 56 GB ഉപയോഗിക്കാം. കൂടാതെ എല്ലാ BSNL കോളുകളും പരിധിയില്ലാതെ സൗജന്യവുമാണ്. മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് ഒരു ദിവസം 25 മിനിറ്റ് വരെ സൗജന്യമായി സംസാരിക്കാം. പിന്നീടുള്ള ഓരോ മിനിറ്റുകൾക്കും 25 പൈസ വീതം ചിലവാകും. എന്നാൽ BSNLൻ്റെ ഈ പ്ലാനിൻ്റെ മറ്റൊരു പ്രത്യേകത 2G, 3G, 4G ഹാൻഡ്സെറ്റുകളിലെല്ലാം ഈ ഓഫർ ഉപയോഗിച്ച് അതാത് വേഗത്തിലുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. ജിയോ പോലെ സൗജന്യ കോളുകൾ ചെയ്യാൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയും വേണ്ട. ജിയോ ഇപ്പോൾ നൽകി വരുന്ന സേവനങ്ങളായ ദിവസേന 1 GB ഡാറ്റയും എല്ലാ നെറ്റ്വർക്കിലേക്കും സൗജന്യ കോളുകളും ലഭിക്കാൻ ആദ്യം 99 രൂപ നൽകി 1 വർഷത്തേക്കുള്ള പ്രൈം ഓഫർ എടുക്കുകയും എല്ലാ മാസവും 303 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയും വേണം. ഇത്തരത്തിൽ ചെയ്താൽ 28 ദിവസത്തേക്ക് ഒരു ദിവസം 1 GB എന്ന കണക്കിൽ 28 GB ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയും എല്ലാ നെറ്റ്വർക്കുകളിലേക്കുമുള്ള കോളുകൾ സൗജന്യമായി വിളിക്കാനും സാധിക്കും. എന്നാൽ 4G ഉള്ള ഹാൻഡ്സെറ്റുകളിൽ മാത്രമേ ജിയോ സിം വർക്ക് ചെയ്യുകയുള്ളൂ എന്നതും സൗജന്യ കോളുകൾ വിളിക്കുന്നതിനായി ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കണം എന്നതും പ്രധാന ന്യൂനതയായി കണക്കാക്കാം. വോഡാഫോൺ നൽകുന്ന മറ്റൊരു ഓഫർ എടുത്തു പറയേണ്ടതൊന്നാണ്. 342 രൂപയ്ക്ക് 28 ദിവസത്തേക്ക് ദിവസം 1 GB ഡാറ്റ എന്ന കണക്കിൽ ഉപയോഗിക്കാനാവുന്നു. കൂടാതെ എല്ലാ നെറ്റ്വർക്കുകളിലേക്കും അൺലിമിറ്റഡായി സൗജന്യ കോളുകൾ വിളിക്കാനും സാധിക്കുന്നു. എന്നാൽ ഐഡിയ നൽകുന്ന ഓഫർ 348 രൂപയ്ക്ക് 28 ദിവസത്തേക്ക് ദിവസേന 1/2 GB ഡാറ്റ എന്ന കണക്കിൽ ഉപയോഗിക്കാം. എല്ലാ നെറ്റ്വർക്കുകളിലേക്കുമുള്ള കോളുകൾ ഐഡിയയിലും സൗജന്യമാണ്. എയർടെൽ ആകട്ടെ 345 രൂപയ്ക്ക് 28 ദിവസത്തേക്ക് 1/2 GB ഡാറ്റ പ്രതിദിനം ഉപയോഗിക്കാൻ സാധിക്കുന്നു. കൂടാതെ വെളുപ്പിന് 12 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് 1/2 GB ഡാറ്റയും സൗജന്യമായി ഉപയോഗിക്കാം. ഒരു ദിവസം പരമാവധി 300 മിനിറ്റ് എന്ന കണക്കിൽ ഒരു മാസം 1200 മിനിറ്റ് സൗജന്യ കോളുകൾ മാത്രമേ എയർടെൽ നൽകുന്നുള്ളൂ. അതിനുശേഷമുള്ള ഓരോ മിനിറ്റിനും 30 പൈസയും ഈടാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക് BSNLൻ്റെ ഓഫറുമായി മുന്നോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഒരുപാട് കോളുകൾ വിളിക്കാനുള്ളവർക്ക് 4G ഹാൻഡ്സെറ്റ് ഉണ്ടെങ്കിൽ ജിയോയുടെ പ്രൈം ഓഫറുമായി മുന്നോട്ട് പോകാം. എന്നാൽ 4G ഹാൻഡ്സെറ്റ് ഇല്ലാത്തവർക്ക് വോഡാഫോണിൻ്റെ ഓഫറും മികച്ചതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മാർച്ച് 31 ശേഷം നിങ്ങൾ ഏത് ഓഫറായിരിക്കും തുടർന്നും ഉപയോഗിക്കുക എന്ന് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റുള്ളവർക്കും ഒരു തീരുമാനമെടുക്കാൻ അതൊരു പക്ഷേ സഹായകമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലും എത്തിക്കാം. നിങ്ങൾക്ക് ഇത്തരത്തിൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും അധികം ഡാറ്റയൊന്നും ചിലവാകത്തില്ല, യാതൊരു ചിലവുമില്ല. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഷെയർ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുമെങ്കിൽ നമ്മൾ എന്തിനു മടിക്കണം. അതുപോലെ ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മടിക്കരുത്, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുടെ സൈനിങ് ഓഫ് ജയരാജ്.